ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നാരങ്ങ വെള്ളമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തിനാണ് ഒരു റെസിപ്പി എന്ന് തോന്നുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഒന്നുമല്ല, നമുക്ക് നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന രീതിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാരങ്ങ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. എന്നും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ദിവസം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കണം. അപ്പോൾ ഇവിടെ ഞാനിന്ന് 2 ഗ്ലാസ് നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ നാരങ്ങയുടെ നീരൊക്കെ കംപ്ലീറ്റ് തന്നെ ഒരു ജാറിലോട്ട് ചേർക്കാം. ഇനി നമുക്കൊരു പീസ് ഇഞ്ചിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോൾ വെള്ളത്തിന് നല്ല ഒരു ഫ്ലേവർ മാത്രമല്ല, നമുക്ക് ധാരാളം ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു പീസ് ഇഞ്ചി കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുവാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം ചേർത്തിട്ട് ഞാനിതിലേക്ക് മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് നമ്മളിവിടെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് ഉണ്ട്. നമ്മളെന്നും പഞ്ചസാര ചേർത്തിട്ട് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അതത്ര ഗുണമുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ശർക്കര ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അത് ചേർക്കുകയാണെങ്കിൽ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരയിൽ നിന്ന് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമുള്ള അത്രയും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ചേർത്തു. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങയുടെ തുണ്ടാണ്. അപ്പോൾ അതിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന സമയം നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഒരുപാട് സമയം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കറക്കിയെടുക്കരുത്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കയ്പില്ലാതെ തന്നെ ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് സബ്ജ സീഡ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കസ്കസ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് വളരെയേറെ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഇതുപോലെ കുതിർത്തെടുത്തിട്ട് ഞാൻ 1 ടീസ്പൂണോളം ആദ്യം ഗ്ലാസ്സിലേക്ക് ഇത് ചേർത്തിട്ടാണ് പിന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി നാരങ്ങ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഇത് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിന്നിവിടെ നാരങ്ങ വെള്ളം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് ഡെയിലി പ്രിഫർ ചെയ്യുന്ന ഈ ഒരു നാരങ്ങ വെള്ളം നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വളരെ നല്ലതായിരിക്കും.